ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ ഫോർ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ്, ഫോർ ഇൻ ലൂപ്പ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു. ഇനി നമ്മൾ റിമൈനിങ് ലൂപ്പായ വൈൽ ലൂപ്പും ഒരു ഡു വൈൽ ലൂപ്പാണ് ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ പ്രോജക്റ്റിൽ കറൻ്റ്ലി നമുക്ക് വൈൽ ലൂപ്പ് നീറ്റ്ലി ഫിറ്റ് ചെയ്യാനുള്ള വലിയ യൂസ് കേസൊന്നും നമ്മുടെ കേസിൽ ഇല്ല ആക്ച്വലി. ഓക്കെ, പക്ഷേ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം, ഒരു എക്സാമ്പിളിട്ട് കാണിക്കാനായിട്ട്. ഓക്കെ, സോ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഫോർ ലൂപ്പിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് പറ്റും. പക്ഷേ ഡിഫറൻസ് എന്താ വെച്ചാൽ രണ്ട് മെയിൻലി ഡിഫറൻസ് ഉണ്ട്. ഫോർ ലൂപ്പ് ഓട്ടോമാറ്റിക്കലി കൗണ്ടർ മാനേജ് ചെയ്യും, വൈൽ ലൂപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ മാനുവലി മാനേജ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ കാണിക്കാനായിട്ട് ബേസിക് വൈൽ ലൂപ്പ് നമുക്ക് വിടാം. വൈൽ ലൂപ്പിന് ബേസിക്കലി നമ്മളൊരു കൗണ്ടർ നമ്മുടെ സൈഡിൽ നമ്മൾ മാനേജ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേരിയബിൾ യൂസ് ചെയ്യണം. ലെറ്റ് ഐ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ജെ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കറൻ്റ്ലി ഞാൻ ജെ ഇനീഷ്യലി ഞാൻ 0 കൊടുക്കുന്നു. സോ ഒരേ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ജെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈൽ ലൂപ്പ് എഴുതാണ്. അതിന് കീവേഡ് വൈൽ തന്നെ യൂസ് ചെയ്യുന്നത്, എന്നാൽ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് ഐയുടെ കൗണ്ട് ജെയുടെ വാല്യൂ <3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. എന്നിട്ട് ഞാനിവിടെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അവിടെ ഞാൻ എന്നിട്ട് ഇതാണ് console.log ഓഫ് ഞാൻ ജെയുടെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെയിൻലി ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ജെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ജെയുടെ വാല്യൂ നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ജെ മാനുവലി ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. കണ്ടീഷൻ മാനുവലി ചെക്ക് ചെയ്യാൻ വേണം. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ കണ്ടീഷൻ മാനുവലി ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇൻക്രിമെൻറ്റ് മാനുവലി നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ കേസിൽ നമ്മൾ ജെ ++ നമ്മൾ കൊടുക്കുന്നു. സോ ബിഹേവിയർ സെയിം ആസ് ഫോർ ലൂപ്പ് ആണെന്ന് വെച്ചാൽ അതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടും. ആർക്ക്? ഡെവലപ്പറിലേക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടും. നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാനൊന്ന് റീലോഡ് ചെയ്തിട്ട് ഓക്കെ, ഡയറക്റ്റ് ഞാൻ ഷോ ലോഗ് കൊടുക്കണം. ഷോ ലോഗിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 ജെയുടെ വാല്യൂ 1 2 3 നമുക്ക് 0 1 2 വരുന്നുണ്ട്. 3ലേക്ക് ആകുമ്പോഴേക്കും ഇത് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് അടുത്തേക്ക് പോകുന്നു. സോ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 0 1 2 നമുക്ക് വാല്യൂ കിട്ടുന്നത് ഇവിടെ ജെയുടെ വാല്യൂവിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വൈൽ ലൂപ്പ് ഞാൻ ബ്രൗസർ കൺസോൾ ചെയ്തിട്ട് വൈൽ ട്രൂ എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് ഇവിടെ കൺസോൾ ലോഗ് ഞാനിവിടെ ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഇത് റൺ ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി പക്ഷേ ഇത് റൺ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പ് കണ്ടീഷൻ ട്രൂ ആണ് എപ്പോഴും. സോ ഇങ്ങനെ ട്രൂ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൂപ്പ് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. സോ ഇത് ബ്രേക്ക് ആവില്ല, ഈ ലൂപ്പ് അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോ ഇങ്ങനെ കൺസോൾ ലോഗ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഹായ് 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 എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കും. ഈ ലൂപ്പ് നിൽക്കില്ല. സോ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ബ്രൗസർ ഫ്രീസ് ആവുകയും ചെയ്യും, ടാബ് ക്രാഷ് ആവുകയും ചെയ്യും. സോ ഞാൻ റൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ റൺ ചെയ്തെടുക്കാം. ഓക്കെ, സോ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ എക്സിറ്റ് കണ്ടീഷൻ മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ഇൻഫിനിറ്റ് ലൂപ്പ് ആക്കരുത്, എക്സിറ്റ് കണ്ടീഷൻ ചെയ്യണം. സോ അത് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് മസ്റ്റാണ്. സോ വൈൽ ലൂപ്പ് ബെസ്റ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി നമുക്കൊരു എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയില്ല. ലൈക്ക് നമ്മുടെ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും നമുക്കൊരു ഐഡിയ ഇല്ല. സോ ആ ടൈമിലൊക്കെയാണ് നമുക്ക് നമ്മുടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റാൻഡം നമ്പർ ജനറേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ കൺസോളിൽ തന്നെ കാണിച്ചു തരാം. ഒരു റാൻഡം നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, റാൻഡം അറേ. ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് ഒരു എംപ്റ്റി സ്ട്രിംഗ് എടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ലെറ്റ് ഫിനിഷ്ഡ് = ഫോൾസ് എന്ന് പറഞ്ഞു എഴുതി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റാൻഡം നമ്പറിൻ്റെ ഒരു വാല്യൂ ഒരു റാൻഡം നമ്പറായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർ വാല്യൂസ്. ആ വാല്യൂ പെർട്ടിക്കുലർ നമ്പറിനേക്കാളും വലുതാണെങ്കിൽ എനിക്ക് കണ്ടീഷൻ ബ്രേക്ക് ചെയ്യണം. സോ അത്ര ടൈം എനിക്ക് റൺ ചെയ്യണം നമ്മുടെ റാൻഡം നമ്പർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റാൻഡം നമ്പർ 0.5 താഴെയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം, 0.5 മേലെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് റാൻഡം നമ്പർ കണ്ടീഷൻ ബ്രേക്ക് ആവണം. സോ നമുക്കറിയില്ല നമ്മുടെ കണ്ടീഷൻ എത്ര പ്രാവശ്യം ലൂപ്പ് ചെയ്യേണ്ടി വരും, നമ്മുടെ റിക്വയർമെൻറ്റ് എത്ര പ്രാവശ്യം ലൂപ്പ് ചെയ്യേണ്ടി വരും നമുക്കറിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ വൈൽ എഴുതണം, വൈൽ നോട്ട് ഫിനിഷ്ഡ് എന്ന് എഴുതാണ്. ഓക്കെ, നോട്ട് ഫിനിഷ്ഡ് ആണെങ്കിൽ ഞാനിവിടെ എഴുതാണ് കോൺസ്റ്റ്
റാൻഡം നമ്പർ ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു മാത്ത് ഡോട്ട് റാൻഡം ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ എഴുതിയ ഇതില്ലേ റാൻഡം നമ്പർ ഡോട്ട് പുഷ്. ആ പുഷ് ചെയ്തിട്ട് ഞാൻ എന്താ വെച്ചാൽ റാൻഡ് നമ്പർ എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇപ്പോൾ പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് കണ്ടീഷൻ എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സിറ്റ് കണ്ടീഷൻ എഴുതണം. ഇഫ് ഞാൻ മെൻഷൻ ചെയ്യാണ് നമ്മൾ എടുക്കുന്ന റാൻഡം നമ്പർ, നമുക്ക് കിട്ടിയ റാൻഡം നമ്പർ അത് ഗ്രേറ്റർ ദാൻ 0.5 മേലെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ എക്സിറ്റ് കണ്ടീഷൻ എഴുതണം, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈക്വൽ ടു ട്രൂ ആക്കി. എന്നിട്ട് ഞാനിവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് എനിക്ക് പ്രിൻ്റ് ചെയ്യണം console.log ഓഫ് എന്ന് വെച്ചാൽ റാൻഡം നമ്പർ നമ്മൾ എടുക്കുന്ന ആരെ ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇവിടെ എന്താ വെച്ചാൽ ലൂപ്പ് എത്ര തവണ റൺ ചെയ്യുന്നു നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, സോ കണ്ടീഷൻ നമ്മൾ എഴുതിയിരിക്കും ലൂപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് സോ കണ്ടീഷൻ ലൂപ്പിൻ്റെ ഇൻസൈഡിൽ ചേഞ്ച് ചെയ്യുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മുടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട്. ഞാനത് റൺ ചെയ്യാം നമുക്ക്. സോ ഫസ്റ്റത്തേൽ തന്നെ ക്ലിയർ ആയി നമുക്ക് വന്നു 0.7. നിങ്ങൾക്ക് ഒന്നും കൂടി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. ഫിനിഷ്ഡ് ഒന്നും കൂടിയും, കാരണം ഫോൾസ് ആണ് ട്രൂ ആക്കി വെച്ചേക്കണം നമ്മൾ. സോ അതിനെ നമ്മളെന്ന് വെച്ചാൽ ഫോൾസ് ആക്കണം. പിന്നെ ഈ ആറെ ഒന്നും കൂടി റീഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഇതൊന്നും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ കിട്ടുന്നുണ്ട് എപ്പോഴും 0.5. ഫസ്റ്റ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 0.5 മേലെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ തൽക്കാലം ഇത് 0.9 ആക്കാം, 0.8 ആക്കാം, എന്നാലും രക്ഷയില്ല. ഇപ്പോൾ 3 കിട്ടി. 0.8 താഴെ ബേസിക്കലി നമുക്ക് ചെയ്യുമ്പോൾ ഇത് 0.8 മേലുള്ളത് കൊണ്ട് ഇവിടെ വാല്യൂ എടുത്തിട്ട് ലാസ്റ്റ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ആദ്യം ഇത് കിട്ടി, ഇത് വാല്യൂ ചെക്ക് ചെയ്തു, 0.5 മേലെയാണോ എന്ന് ചെക്ക് ചെയ്യും. ഈ വൈൽ ലൂപ്പിൽ ബേസിക്കലി വേരിയബിളാണ് ഫിനിഷ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഈ വേരിയബിൾ ചേഞ്ച് ആവുന്നില്ല. അങ്ങനെ അടുത്ത ഈ വാല്യൂ എടുക്കുന്നു, ഈ വാല്യൂ ജനറേറ്റ് ചെയ്യും, അത് പുഷ് ചെയ്യുന്നു, ഈ അറയിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും ഈ വാല്യൂ ഇതിന് മേലെയാണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, പിന്നെ അടുത്ത ലൂപ്പ് ചെയ്യും. അങ്ങനെ ഇത് മേലെ ആകുമ്പോൾ 0.8 മേലെ ആകുമ്പോൾ ഇത് കണ്ടീഷൻ ഇവിടെ ട്രൂ ആക്കി, ഫിനിഷ്ഡ് വാല്യൂ ട്രൂ ആക്കുന്നു. സോ ഇവിടെ ഫൈൽ ലൂപ്പിൽ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലൂപ്പ് ബ്രേക്ക് ആവുന്നുണ്ട്. ഫോർ ലൂപ്പിൽ ഐട്രേഷൻസ് നമുക്ക് നോൺ ആണ്, ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും എത്ര ഐട്രേഷൻസ് വരുന്നത്. വൈൽ ലൂപ്പിൽ ബേസിക്കലി നമുക്ക് കുറച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എത്ര ഐട്രേഷൻ വേണ്ടി വരും നമുക്ക് അറിയില്ല. ഓക്കെ, സോ എക്സിറ്റ് കണ്ടീഷൻ മോസ്റ്റ്ലി വൈൽ ലൂപ്പിൽ ഡൈനാമിക് ആയിരിക്കും. ലോജിക്ക് ഡിസൈഡ് ചെയ്യുന്നത് ആണ് ബേസിക്കലി എപ്പോഴാണ് നിർത്തേണ്ടതെന്നുള്ള ലോജിക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലൈക്ക് വൈൽ ലൂപ്പ് കുറച്ചും കൂടി ഷൈൻ ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് കയ്യോടെ ഡു വൈൽ ലൂപ്പാണ്. ഓക്കെ, ഡു വൈൽ ലൂപ്പിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അത് ബോഡിയാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ അതിന് ശേഷം ചെക്ക് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ കോഡിൽ തന്നെ പോവാം. എന്നിട്ട് ഞാൻ ഈ വൈൽ ലൂപ്പ് കമൻറ്റ് ഔട്ട് ചെയ്യാം. തൽക്കാലം വൈൽ ലൂപ്പ് കമൻറ്റ് ഔട്ട് ചെയ്തിട്ട് ഞാനിവിടെ എഴുതാം ലെറ്റ് സെയിം വേരിയബിൾ j=0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ഡു വൈൽ എന്ന് പറഞ്ഞാൽ ഡു എഴുതിയിട്ട് ആദ്യം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ കേസ് നമ്മൾ കൺസോൾ ലോഗാണ് എഴുതുന്നത്. വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താണ് എക്സിക്യൂട്ട് ചെയ്തത് അത് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ J++ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വൈൽ ഇനി കണ്ടീഷൻ ഡു വൈൽ ഡു എഴുതി കഴിഞ്ഞിട്ട് വൈൽ കണ്ടീഷൻ
എപ്പോൾ ബ്രേക്ക് ചെയ്യണം നോക്കണം. അപ്പോൾ j<3 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. ഓക്കെ, ഷോ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ 0, 1, 2 തന്നെയാണ്. സോ ബേസിക്കലി ഇവിടെ ഡൂവിൽ ഫസ്റ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 0, 1, 2 കിട്ടിയത്. നമുക്കൊരു കീ ഡിഫറൻസ് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള എന്താ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇതെടുത്തിട്ട് ഞാൻ ഈ j0 ആക്കി വെച്ചു, എന്നിട്ട് ഇത് കമൻറ്റ് ഔട്ട് ചെയ്തു, സേവ് ചെയ്യാം. സോ j0 ആണ്, ഇത് വൈൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, j3 ആക്കാം. സോറി, നമുക്ക് 3 ആക്കാം. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, വൈലും ഡു വൈൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഷോ ലോഗ് അടിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ 3 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഈവൺ ദ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടിയും ഇവിടെ ഈവൺ ദ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടിയും ഈ ബോഡി ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ വൈൽ ലൂപ്പിൽ j3 ആണ്, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, ഈ ലൂപ്പ് ഒട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല, ഇത് ഒമിറ്റ് ചെയ്യും, അടുത്ത ഡു വൈലേക്ക് വരും. ഡു വൈൽ ഇത് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ ഉള്ളിലത്തെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം വൈൽ ലൂപ്പിൽ ഇവിടെ വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ, അവിടെ ബ്രേക്ക് ആവുള്ളൂ. സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വൈൽ ലൂപ്പിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഡു വൈലിൽ അറ്റ്ലീസ്റ്റ് ആ എഴുതിയ ബോഡി റൺ ചെയ്യും, ഒരു പ്രാവശ്യമെങ്കിലും റൺ ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഡിഫറൻസ് പറഞ്ഞാൽ മറ്റേ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നു, പിന്നെ ഫെയിൽസ് ഇമീഡിയറ്റ്ലി, പിന്നെ ഈ ബോഡി റൺ ആവില്ല. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ എപ്പോഴാണ് നമുക്ക് ഡു വൈൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നമ്മുടെ കേസ് എന്ന് വെച്ചാൽ ഇൻ കേസിലേക്ക് കോഡ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡു വൈൽ യൂസ് ചെയ്യണം. പിന്നെ വാലിഡേഷൻസ് ആഫ്റ്റർ ഫസ്റ്റ് എക്സിക്യൂഷൻ വേണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡു വൈൽ. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ യൂസർ ഇൻപുട്ട് വാലിഡേഷൻ, റീട്രൈ ലോജിക്, മെനു സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഡു വൈലൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു ഘട്ടം വരും നമുക്ക്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ളൊരു ഡിഫറൻസ്. നമ്മളിപ്പോൾ ഇനി ഫോർ ലൂപ്പ് നമ്മൾ മനസ്സിലാക്കിയ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഫോർ ഓഫ് എന്ന് പറഞ്ഞാൽ അറേസിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. ഫോർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ഗോത്രൂ ചെയ്തു. പിന്നെ വൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എത്ര പ്രാവശ്യം ഹൈഡ്രേഷൻസ് നടക്കുന്നത് നമുക്കറിയില്ല. ഡു വൈൽ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് ആ ബോഡി ലൂപ്പിൻ ബോഡി ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഡു വൈൽ. ഓക്കെ, ഇൻ റിയൽ പ്രോജക്ട്സിൽ 4 ആൻഡ് 4 ഓഫ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈലും ഡു വൈലൊക്കെ സ്പെഷ്യൽ കേസസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ലൂപ്സ്, ഒരുവിധ ലൂപ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അത്യാവശ്യം പ്രോഗ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് ഇപ്പോൾ നമുക്ക് ഗോത്രൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് ഗോത്രൂ ചെയ്യാം. സോ ഈ ലൂപ്സ് എല്ലാം നിങ്ങൾ തറാക്കി വയ്ക്കുക. എന്തായാലും നിങ്ങളുടെ റിയൽ ടൈം പ്രോജക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.